യുഎഇയുടെ വ്യോമ പ്രതിരോധ സേന ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായി അധികൃതർ. വിവിധ എമിറേറ്റുകളിലെ സുരക്ഷാ ഏജൻസികൾ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് നീക്കം. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ യുഎഇയിൽ സുരക്ഷാ ജാഗ്രത ശക്തമാക്കിയിരിക്കുകയാണ്. വിവിധ എമിറേറ്റുകളിലെ സുരക്ഷാ ഏജൻസികൾ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിച്ചു വരുന്നതായും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അതായത് യുഎഇക്ക് നേരെ വീണ്ടും ഇറാനിന്റെ മിസൈൽ ആക്രമണം തുടർന്നത് ആകാശത്തും യുഎഇയിലും വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശവും നൽകി. കൂടാതെ ആക്രമണത്തെ പ്രതിരോധിക്കുന്നത് തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് യുഎഇയുടെ ദേശീയ അടിയന്തരാവസ്ഥ ദുരന്ത നിവാരണ അതോറിറ്റിയായ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പുതിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിലവിൽ ഒരു മിസൈൽ ഭീഷണിയോട് പ്രതികരിക്കുന്നതായാണ് പറയുന്നത്. മുന്നറിയിപ്പുകൾ ഔദ്യോഗിക ചാനലുകൾ വഴി ലഭിക്കുമെന്നും യുഎഇ വ്യക്തമാക്കുന്നു. എന്തെങ്കിലും അപകട സൂചന ലഭിച്ചാൽ 999 എന്ന എമർജൻസി നമ്പറിൽ ബന്ധപ്പെടണം. ആക്രമണത്തിന്റെയോ പ്രതിരോധത്തിന്റെയോ ഭാഗമായി നിലത്ത് വീഴുന്ന വസ്തുക്കളുടെ അടുത്തേക്ക് പോവുകയോ തൊടാൻ ശ്രമിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യരുതെന്നും മന്ത്രാലയം പ്രത്യേകമായി അറിയിക്കുന്നുണ്ട്. മിസൈൽ ഭീഷണിക്കെതിരെ വായു പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമാണ്. എന്നാൽ ചില പ്രദേശങ്ങളിൽ ജനങ്ങൾക്കിടയിൽ ആശങ്കയും പരിഭ്രാന്തിയും ഉയർന്നിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രത്യേകിച്ച് ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇറാനിയൻ എണ്ണ ടാങ്കിനെ യുഎസ് ലക്ഷ്യം വെച്ചതിലൂടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്നും ഉടൻ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ആശങ്ക ഇരട്ടിയാകുന്നത്. ഇതിന് പിറകെയാണ് യുഎഇയിലെ മിസൈൽ ആക്രമണം കടുക്കുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ ടാങ്കറിന് നേരെ ആക്രമണം നടന്നതായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ആശങ്ക ഇരട്ടിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മുതലാണ് യുഎഇ സമാനമായ മുന്നറിയിപ്പുകൾ ജനങ്ങൾക്ക് നൽകിയിരുന്നത്. മാത്രമല്ല, സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് ജനങ്ങൾ ശാന്തത പാലിക്കണമെന്നും ബന്ധപ്പെട്ട വകുപ്പുകൾ പുറത്തിറക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.